ഓക്കെ ഓക്കെ. എന്നാണ് റസാഖ് സാറത്തെ ഹെൽപ്പ് ചോദിച്ചത്. റസാഖ് സാർ അപ്പൊ തന്നെ മെഡിറ്റേഷൻ തന്നിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് റസാഖ് സർ. താങ്ക് യു സക്സസ്. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡയറക്ടർ സീരീസ് എത്തു എന്നുള്ളൊരു കമ്പനിയുടെ നമുക്ക് സുഹൈർ സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവർ ഇൻ ഗിഫ്റ്റിംഗ് ആണ്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഈ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സുഹൈർ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സുഹൈർ സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളതിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഇങ്ങോട്ട് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അതിന് നന്ദിയുള്ളവരാകുക, കൃതജ്ഞത രേഖപ്പെടുത്തുന്നവരാകുക എന്നുള്ളത്, അതുമായിട്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. നമുക്ക് മനുഷ്യന് ഇപ്പോഴും ആവശ്യം ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള, ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു സംഗതിയും അത് തന്നെയാണ്. ലോകത്ത് നമുക്കൊക്കെ അറിയാം, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണവാർത്ത എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാനുള്ള ഒരു അവസരം ഉണ്ടായി. അദ്ദേഹം അസുഖബാധിതനായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു തെറ്റായ റിപ്പോർട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത അദ്ദേഹം പത്രത്തിൽ വായിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയുള്ള അബദ്ധ വാർത്തകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു 100 കൊല്ലം അല്ലെങ്കിൽ അതിനും മുകളിൽ ആണ്, അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ ആ വാർത്ത വിശകലനം ചെയ്തുകൊണ്ട് പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം അദ്ദേഹം നിമിത്തമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ആളുകൾ വിലയിരുത്തുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ്. ആ ഒരു വേദനയിൽ നിന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. എൻ്റെ ഈ സമ്പത്ത് മുഴുവൻ ഞാന് ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അത് ലോകത്ത് ഏതൊരു മേഖലയിലും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് സമ്മാനമായിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ മാറ്റിവെക്കുന്നത്. അതാണ് പിന്നീട് ചരിത്രത്തിൽ നോബൽ സമ്മാനമായിട്ട് മാറുന്നത്. ലോകത്തെ ഏറ്റവും വില കൂടിയ സമ്മാനം, ഏറ്റവും വലിയ അംഗീകാരം ശാസ്ത്ര മേഖലയിലും സമാധാനത്തിന്റെ പ്രവർത്തനങ്ങളിലും സാഹിത്യ മേഖലയിലുമൊക്കെ മികച്ചു നിൽക്കുന്ന ആളുകൾക്ക് ലോകം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് മാറിയ നോബൽ സമ്മാനത്തിന്റെ പിറവി യഥാർത്ഥത്തിൽ ആ ഒരു പശ്ചാത്തലത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് അംഗീകാരം, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുക എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് നമ്മളെ അംഗീകരിക്കുക, നമ്മളെ പരിഗണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് ചെറിയ ഒരു സംഗതി ആയിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ വളരെ വിശേഷമുള്ള ദിവസങ്ങളിൽ, അതല്ലെങ്കിൽ വല്ല കല്യാണം, അതല്ലെങ്കിൽ വീട് കുടിയിരിക്കുക, അതല്ലെങ്കിൽ ബർത്ത്ഡേ, അങ്ങനെ വളരെ വിശേഷപ്പെട്ട സമയത്ത് അപൂർവമായിട്ടൊക്കെ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരി നമ്മൾ ഈ ഒരു സംഗതി ഇത് നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ബോണ്ട് ശരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഗിഫ്റ്റിലൂടെ കഴിയുമെന്നുള്ളതാണ് അതിന്റെ ഒരു സൈക്കോളജി. അതായത് നിങ്ങളിന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ പിന്നെ വീട്ടില്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികള്, ആ കുട്ടികൾക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കാറുണ്ട്. പലതരത്തിലുള്ള
കളിപ്പാട്ടങ്ങൾ, പല പല രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട്. അവരോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ കുറച്ച് സംഗതി അധികം കൊടുക്കുക, എന്നിട്ട് പറയാ നീ എന്ത് ചെയ്യാ, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും കൂടി ഇത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, ഒരു സന്തോഷം കിട്ടുകയാണ്. കാരണം എന്റെ കൂട്ടുകാരനെയും കൂടി ഇത് പരിഗണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് ആ കുട്ടിയെ ശരിക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, അങ്ങനത്തെ ഒരു ശീലം, അല്ലെങ്കിൽ കൂട്ടുകാരെ കൂടുതൽ ആകർഷിക്കുവാനും കൂട്ടുകാരുമായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് കഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തില് ആ കുട്ടിയോട് പറയാണ് നമ്മള്, നിങ്ങള് മോനെ ഇത് നിന്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി കൂടി കൊടുക്കണം എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് വളരെ സന്തോഷവും ആവുകയും ആ കുട്ടി അത് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആർക്കാണ് ആ സമ്മാനം കിട്ടുന്നത്, ആരാണ് കൊടുക്കുന്നത്, അവർ തമ്മിൽ കുറച്ചുകൂടി നല്ല ഒരു സുഹൃത്തുക്കളായി മാറുന്നത്. ഇത് നമ്മൾ സാധാരണ ചിലപ്പോ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ആ മോനോടോ മോളോടോ പറയാണ്, നീ എന്ത് ചെയ്യാ, ഈ ഒരു സമ്മാനം നിന്നോട് ഏറ്റവും ദേഷ്യമുള്ള, നിന്നോട് ഏറ്റവും എപ്പോഴും നീയുമായിട്ട് വഴക്കുണ്ടാക്കുന്ന, നിന്നെ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടുകാരന് ഈ സമ്മാനം പോയി കൊണ്ടുപോയി കൊടുക്കുക നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ചിലപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാവില്ല. കാരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയാ നിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ പോയി കൊടുക്കാനാണ്. ആക്ച്വലി നേരെ തിരിച്ച് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. അതെപ്പോ ആഹ് പൊതുവെ കഴിയുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന നമ്മളെ മനസ്സനുഭവിക്കാത്ത സംഗതി ആയിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ശീലം ആ കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ചേഞ്ചാണ്, അല്ലെങ്കിൽ ആ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കുക. അത് ചിലപ്പോ നമുക്ക് തോന്നും, എങ്ങനെ ഇപ്പോ ഇങ്ങോട്ട് ദേഷ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അത് പ്രായോഗികമാക്കാൻ നമ്മൾ ശ്രമം നടത്തി നോക്കി. ആ കുട്ടി ക്ലാസ്സിൽ പോകുന്നു. ഈ കുട്ടിയെ തീരെ ഇഷ്ടമില്ലാത്തൊരു കുട്ടിക്ക് വളരെ സന്തോഷവും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്താ സംഭവിക്കുക? ഓൾറെഡി ആ കുട്ടിയുടെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള കൂട്ടുകാര് അവരാ നല്ല ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഉള്ളതോടൊപ്പം തന്നെ ആ കുട്ടിയെ ഇഷ്ടമല്ലാത്തൊരു കുട്ടി കൂടി, അല്ലെങ്കിൽ ആ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരെ കൂടി സ്വന്തം ഇഷ്ടക്കാരാക്കാൻ മാറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് യഥാർത്ഥത്തിൽ ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സമ്മാനം കിട്ടുന്ന ഒരു കുട്ടി അത്ഭുതപ്പെടുകയായിരിക്കും. കാരണം ഞാൻ ഇത്രയും ഉപദ്രവിച്ച ആളാണല്ലോ, ഞാൻ ഇത്രയും വിഷമിപ്പിച്ച ആളാണല്ലോ ഇപ്പൊ എന്നെ ഇങ്ങനെ പരിഗണിക്കുന്നത്, ആ കുട്ടിയെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുകയും ഒരുപക്ഷെ ആ കുട്ടിയായിരിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് മാറുക. ഇതാണ് ഒരു ചെറിയൊരു ഗിഫ്റ്റിന്റെ ഉദാഹരണം. ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു സമയത്ത് ഇടക്കാലത്ത് ഒരു അനുഭവം ഉണ്ടായി. അപ്പോ പിന്നെ കോഴിക്കോട് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ മദ്രസയിൽ രാവിലെ വന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ പീരീഡിലേക്ക് മാറിയ സമയത്ത് ക്ലാസ്സിലേക്ക് വന്നപ്പോ കുട്ടികളൊക്കെ പറഞ്ഞ്, നമ്മളെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഉം, അവിടെ ഇല്ല, ആ കുട്ടി എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നാണ്. വീട്ടിലേക്ക് പോയത് എന്തിനാന്ന് വെച്ചാല് തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് ഈ കുട്ടി സ്ഥിരമായിട്ട് പേന ബുക്ക് എന്തെങ്കിലുമൊക്കെ മറക്കും. അപ്പോ എപ്പോഴും പണിഷ്മെന്റ് കൊടുത്ത് എന്താണ് എടുക്കാത്തതെന്നൊക്കെ പറയെങ്കിലും കുട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ മറക്കുന്നതുകൊണ്ടും എന്നാ നീ അത് എടുത്തിട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്ത് ചെയ്യാണ്, ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. ആ വീട്ടിലേക്ക് പറഞ്ഞയച്ച സമയത്ത് ആ ഒരു സീൻ കഴിഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ പീരീഡിൽ. വീട്ടിലേക്ക് പറഞ്ഞയച്ച സമയത്ത് പിന്നെ എന്നോട് ആ കഴിഞ്ഞ പീരീഡിലെ അനുഭവമാണ് പറയുന്നത്. അപ്പൊ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ വീട്ടിലേക്ക് പറഞ്ഞയച്ച സമയത്ത് കുട്ടികൾ പറയാണ്, അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു, പറഞ്ഞയച്ചു. സ്വാഭാവികമായിട്ടും കുട്ടികള് അങ്ങനെയൊക്കെ പിന്നെ പറഞ്ഞയക്കുമ്പോ സ്വാഭാവികമായിട്ടും പിന്നെ വരാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യുക. അപ്പൊ ഈ കുട്ടിയും നീ വരൂലേ എന്നൊക്കെ അല്ലെങ്കിൽ ആശങ്കിച്ച് നിൽക്കുകയായിരുന്നു ടീച്ചർ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടി വന്നു. കുട്ടി എടുക്കാൻ പറഞ്ഞ സാധനവുമായിട്ട് വന്നു. അപ്പോഴാണ് ടീച്ചർക്ക് ഒരു ആശ്വാസമായത്. സംഭവം അതല്ല, ആ വന്ന ഉടനെ തന്നെ ഈ ടീച്ചർക്ക്, അതായത് ഈ കുട്ടിയോട് എപ്പോഴും കലിപ്പുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ടീച്ചർക്ക് കുട്ടി ഓടിച്ചെന്നിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ബലൂണുകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ ടീച്ചർ തന്നെ ആകെ നെട്ടിപ്പോയി. ഇതെന്താ സംഭവം? കാരണം ഞാന് പണിഷ്മെന്റ് കൊടുത്ത കുട്ടി ഒന്നില്ലെങ്കിൽ വരാതിരിക്കും, അതല്ലെങ്കിൽ ആ കലിപ്പോടുകൂടി ഒന്നിരിക്കുന്നതാണ് ടീച്ചറും എല്ലാരും പ്രതീക്ഷിച്ചത്.
പക്ഷെ ഈ കുട്ടി നേരെ തിരിച്ചാണ് ആ കുട്ടിയിൽ നിന്നുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ്. കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ എന്നെ പുറത്താക്കിയ വീട്ടിക്ക് പറഞ്ഞയച്ച് പണിഷ്മെന്റ് തന്ന ടീച്ചർക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് ബലൂണുകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ ടീച്ചർ ആകെ അന്തം നോക്കിയിരിക്കുകയാണ്. വീട്ടില് ടീച്ചറെ ചെറിയ മക്കളില്ലേ ചോദിച്ച്. ആ ഉണ്ട്. എന്നത് എന്ത് ചെയ്യും, ആ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തോളി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കുട്ടിയുടെ സീറ്റിൽ നിന്നിരുന്നു. അപ്പോൾ ടീച്ചർ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോ എന്തിനാണ് അത് കൊടുത്തതെന്നുള്ള ചോദ്യം വന്നപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, ടീച്ചർക്ക് എന്നോടുള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടീച്ചർക്ക് എന്നോടുള്ള വെറുപ്പുണ്ടല്ലോ, അത് ഇല്ലാതായിട്ട് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ആളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടിയോട് പണിഷ്മെന്റ് തന്ന ടീച്ചർക്ക് പണി കൊടുക്കുന്നതിന് പകരം ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതോട് കൂടി ആ ടീച്ചറുടെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഒരു നിമിഷം കൊണ്ട് ആ മാറുകയാണ് ചെയ്യുന്നത്. മാത്രല്ല, അപ്പൊ എനിക്കിതൊരു കൗതുകമായിട്ട് തോന്നിയൊക്കെയപ്പോ സാധാരണ ആളുകൾക്കൊക്കെ ഈ ഒരു മൈൻഡ് ഉണ്ടാകുക. അപ്പോ എനിക്കൊരു കൗതുകമായി തോന്നിയപ്പോ ഈ കുട്ടിയോട് ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് അങ്ങനെ ഒരു ഇതുണ്ടാകാൻ കാരണം. 1-ാം ക്ലാസ് കുട്ടിയിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് ആലോചിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടിയുടെ ഒരു പ്രകൃതമായിട്ട് ബാക്കിയുള്ള കുട്ടികൾ തന്നെ പറഞ്ഞ്, വീട്ടിൽ ക്ലാസ്സിൽ ഏറ്റവും ആ കുട്ടിയുമായിട്ട് തല്ലുകൂടുന്ന, കലവില കൂട്ടുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഏം, വീട്ടിൽ നിന്ന് ഉപ്പ കൊടുത്ത ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്, ബെൻറ്റൻ, അതിന്റെ സ്റ്റിക്കർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്ത്, ഈ കുട്ടി എന്ത് ചെയ്താണ്, തന്നോട് ഏറ്റവും അധികം കച്ചറ ഉണ്ടാക്കുന്ന കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്ത്. അതോടുകൂടി എന്ത് ചെയ്ത്, അവരാണ് ഇപ്പൊ ഏറ്റവും നല്ല സുഹൃത്തുക്കള്, അങ്ങനെ ക്ലാസ്സിൽ ഇപ്പൊ ഏറ്റവും നല്ല കമ്പനികൾ ഇപ്പൊ അവരാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല് ആ കുട്ടിയുടെ ഒരു മൈൻഡാണിത്. തന്നോട് എതിർക്കുന്ന, തന്നോട് ഇഷ്ടമല്ലാത്ത ആളുകളെ പോലും ഇഷ്ടമുള്ളവരാക്കി മാറ്റാൻ ആ കുട്ടി കാണിച്ചു കൊടുക്കുന്ന ട്രിക്കാണ് എന്ത്, ഈ പറയുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അത് വലിയ വലിയ വിലപിടിപ്പുള്ള സംഭവം ആയിക്കോളുന്നില്ല, വളരെ ചെറിയ ഇതാവാം. പക്ഷെ അതും വളരെ രീതിയിൽ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോ ആ കുട്ടിക്ക് ഇനി ഈ ശീലം ഉണ്ടായത് എങ്ങനെയാന്നുള്ളതാണ് അടുത്തൊരു അന്വേഷണം നടത്തിയത്. അപ്പോ അതിന് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ, ഈ കുട്ടിയുടെ ഉപ്പ ബസ് കണ്ടക്ടറാണ്. അപ്പൊ ബസ് കണ്ടക്ടർ, അപ്പൊ ഈ രാവിലെ തന്നെ ബലൂൺ കിട്ടണല്ലോ. അപ്പോ ബലൂൺ എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യത്തിനാണ് ഇങ്ങനെ വന്നത്. അപ്പോ കുട്ടിയുടെ ഉപ്പയുടെ കണ്ടക്ടർ ബാഗ് ഉണ്ടാവുമല്ലോ, അതില് കുറെ ബലൂണുകൾ ഇട്ട് വെക്കുന്നാണ് പറഞ്ഞത്. അപ്പോ എന്തിനാണ് സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികള് ബസ് എന്നൊക്കെ കരയല്ലോ. ഈ കരയുന്ന സമയത്ത് ആ കുട്ടികളെ ചിരിപ്പിക്കാന്, ആ കുട്ടികൾക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ കരച്ചിൽ മാറ്റും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഉപ്പ ആ കുട്ടിക്ക് ബലൂണ് കൊടുക്കും എന്നാണ് പറയുന്നത്. ഏഹ് അപ്പോ പറഞ്ഞു വന്നത്, ആ രക്ഷിതാവിൽ നിന്നുള്ള ഒരു നല്ല ശീലം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ഒരു കുട്ടിയുടെ വിഷമം കാണുമ്പോൾ, ആ കുട്ടിയുടെ മാതാവിന്റെ വിഷമം കാണുമ്പോൾ അതില്ലാതാക്കാൻ ആ പിതാവ് കാണിക്കുന്ന ഒരു ട്രിക്ക്, അതാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിലേക്ക് പകരുന്നതും അതാണ് ഇപ്പോ ഈ ക്ലാസ് എടുത്തപ്പോ നിങ്ങളിലേക്ക് പകരുകയും ചെയ്യുന്ന പശ്ചാത്തലമായി മാറുന്നത്. അപ്പോ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇമ്പാക്റ്റുകൾ അടക്കം വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നു എന്നതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, എന്നാണെങ്കിലും കുറെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. അജിഷ ഹോസ്റ്റ് ആരാണ്? അജിഷ അല്ലേ? Yes, sir. co-host അല്ലേ? Okay, okay, okay. അപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു മനുഷ്യന്റെ അവസ്ഥയിൽ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകള്, അതുപോലെ തന്നെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകള്, ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ആളുകളാണ്. ഏത് ഘട്ടത്തിലും നമുക്ക് കൊടുക്കാവുന്ന, നമുക്ക് നൽകാവുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തില് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ജസ്റ്റ് വെയിറ്റ്, നമുക്കൊക്കെ പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള അനുഭവങ്ങളുള്ള ആളുകൾ ആയിരിക്കും നമ്മളൊക്കെ. പലപ്പോഴും നമ്മളെപ്പോഴും ഓർത്തിരിക്കുക, ഇത്തരം ഘട്ടത്തില് നമ്മളെ
പരിഗണിച്ചിട്ടുള്ള നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ ആ വിഷമത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഘട്ടത്തിൽ നമ്മളെ കൂടെ നിന്ന ആളുകളെ നമ്മൾ പ്രത്യേകം ഓർക്കും. അതുപോലെ തന്നെ നമ്മൾ ഓർക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴെങ്കിലും ഒക്കെ ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനങ്ങൾ നൽകുന്ന ആളുകളെയും നമ്മൾ എപ്പോഴും ഓർക്കും. അതിന്റെ ഒരു പവർഫുൾനെസ് എന്ന് പറയുന്നത് ഗിഫ്റ്റിംഗ് ഈസ് മോർ ദാൻ ജസ്റ്റ് ചേഞ്ചിങ് പ്രസൻസ്. അത് ജസ്റ്റ് ഒരു സംഗതികൾ കൈമാറ്റം ചെയ്യുക എന്ന ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സംഗതിയല്ല. ഇറ്റ്സ് എ പവർഫുൾ ആക്ട് ദാറ്റ് സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ്. അത് നമ്മുടെ ബന്ധങ്ങളെ വളരെ നന്നായിട്ട് ഊട്ടിയുറപ്പിക്കുന്നതാണ്. ബിൽഡ് ട്രസ്റ്റ്, നമ്മൾക്ക് വിശ്വാസത, പരസ്പര വിശ്വാസത ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആൻഡ് ക്രിയേറ്റ്സ് ലാസ്റ്റിംഗ് മെമ്മറീസ്, ഓർമ്മകളെ അനന്തമാക്കി കൊണ്ടുപോകുന്ന ഒരു പവർഫുൾ ടൂളാണ് ഗിഫ്റ്റ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ അങ്ങനെയുള്ള ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ പലപ്പോഴും അത്ര ഗൗരവത്തിൽ കാണാത്ത ഒരു സംഗതിയുടെ വലിയ പ്രാധാന്യത്തെ കുറിച്ചാണ് പിന്നെ ജസ്റ്റ് ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, അതിന്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് സോഷ്യൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് നമ്മളുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക മാത്രമല്ല, സമൂഹത്തിലെ ഒരു സൊസൈറ്റിയുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിക്കാൻ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു പിന്നെ ഗിഫ്റ്റ് കൊണ്ട് സാധിക്കും. ഗിഫ്റ്റ് എന്ന് പറയുന്നത് വലിയ വിലപിടിപ്പുള്ള സംഭവം ആയിക്കോളണമെന്നില്ല. ഇത് ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അതിനൊരു സൗന്ദര്യമുണ്ട്, അതിനൊരു പവർഫുൾനെസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മള് ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോ വലിയ വിലയുള്ള ഗിഫ്റ്റ് എന്നതിനേക്കാളും പലപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് ആ അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ അയാളുടെ ഒരു അത്യാവശ്യം നമ്മളൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും ചെറിയ സംഗതി മതിയാവും, അത് തന്നെ അയാളിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. എക്സ്പ്രസിങ് ഇമോഷൻസ് എന്നുള്ളതാണ്. അതായത് ഈ പിന്നെ ഓരോ ഗിഫ്റ്റുകളും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൈകാരികതയും അതോടൊപ്പം തന്നെ ആളുകളുമായിട്ടുള്ള ഏറ്റവും നല്ല ആത്മബന്ധങ്ങളും ഗ്രാറ്റിറ്റ്യൂഡും ലവും അപ്രീസിയേഷനും ഈവൻ സിമ്പതി അടക്കം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു നല്ല ഒരു ടൂളാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ല. എല്ലാ സംഗതിയും ഞാൻ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഞാൻ നിങ്ങളോട് വളരെ ലവ് ആണ്, എനിക്ക് നിങ്ങളോടൊക്കെ സിമ്പതി ഉണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ നിരന്തരം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത് ഒരു ഗിഫ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളിലേക്ക് കൈമാറാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സ്ട്രെങ്ത് ആൻഡ് റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് ബന്ധങ്ങളാണല്ലോ ഏറ്റവും വലിയ സംഭവം. പിന്നെ സോഷ്യലി ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ബന്ധങ്ങളാണ് ഇന്ന് നമുക്ക് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഹാപ്പിനെസ് ആണ്, നിരന്തരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം. അതിന് പലപ്പോഴും ഈ രീതിയിലുള്ള ഒരു ഗിഫ്റ്റിലൂടെ സമ്മാനം കൈമാറുന്നതിലൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നമ്മളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിനിമയം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംഗതിയാണ് ഗിഫ്റ്റിലൂടെ. അത് എന്താണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്? അത് എന്താണ്, ഒരു ഗെസ്റ്റർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നേരത്തെ മെഡിറ്റേഷനിൽ പറഞ്ഞതുപോലെ നമ്മള് മനസ്സിൽ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സംഗതിയാണ് നമ്മളെ കഴിഞ്ഞ മെഡിറ്റേഷനിൽ കേട്ടത്. ഇത് മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അവിടുന്ന് അത് ഒരു പ്രവർത്തനത്തിലൂടെ, ഒരു ചെറിയ ഒരു സമ്മാനത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കൂടി ചെയ്യുമ്പോൾ അത് അവർക്ക് കൂടി അത് ഫീൽ ചെയ്യും. നേരത്തെ നമ്മള് പിന്നെ മനസ്സുകൊണ്ട് നമ്മള് ബാക്കിയുള്ളവർക്കൊക്കെ നന്ദി പറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് മാത്രമാണ്. അതേ സമയത്ത് അത് ആ മനസ്സിൽ നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാണ്, നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് ആയിക്കൊണ്ട്, ചെറിയ സമ്മാനം ആയിക്കൊണ്ട് നമ്മൾ ആരോടാണോ ആ പറഞ്ഞ ആളുകൾ അവർക്ക് നൽകുമ്പോൾ അത് എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് അത് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്ന ഒരു ഊർജ്ജമായിട്ട്, എനർജി ആയിട്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അതിന്റെ ഏറ്റവും നല്ല ഒരു പ്രതിരൂപമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗിഫ്റ്റിനെ കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഒരാളെ അംഗീകരിക്കലാണ്. കാരണം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ അയാളെ പരിഗണിക്കുന്നു എന്നുള്ളത്
നമുക്കതിലൂടെ ഫീൽ ചെയ്യും, അത് അവർക്കും ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റൊന്ന് റെക്കഗ്നേഷൻ ആണ്. നമുക്ക് ആളുകളെ പിന്നെ അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിലെ നേട്ടം കൈവരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു ജീവിതത്തിന്റെ ഒരു മുന്നോട്ട് പോക്കിൽ ഏറ്റവും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിൽ കൈൻഡ്നസ്, അങ്ങനെ നമുക്ക് അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഒരു പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗിഫ്റ്റിനെ കാണാൻ പറ്റും. ചിലപ്പോ നമ്മളൊക്കെ വിചാരിക്കും ഒരു പ്രായമുള്ള അച്ഛനമ്മ, അവർക്കൊക്കെ ഇപ്പൊ എന്താണ് ഇനി ഒരു സമ്മാനം എന്നുള്ളത്. അവരൊക്കെ ഇപ്പൊ അതൊന്നും ആഗ്രഹിക്കുന്ന ആളുകളും അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തു നോക്കൂ, അവരെ മനസ്സ് അല്ലെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ അവരെ സന്തോഷിപ്പിക്കും. നിങ്ങൾ വെറുതെ ഒരു സാധനം കൊടുക്കുന്നതിന് അത് നന്നായിട്ട് പൊതിഞ്ഞ് ഒരു ഗിഫ്റ്റ് ബോക്സിലൊക്കെ ആക്കി കൊണ്ടുപോയി കൊടുത്തു നോക്കും. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അവരൊരു പ്രത്യേക ദിവസങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഓർക്കുന്ന ഏതെങ്കിലും നല്ല ദിവസങ്ങളിൽ അവർക്കൊരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തു നോക്കും. അവർക്ക് ഭയങ്കരമായ രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അമ്മ, മുത്തച്ഛൻ, വല്യമ്മ, വല്യച്ഛൻ, ഇങ്ങനെ ആർക്കും നമുക്ക് ഈ രീതിയിലുള്ള സംഗതി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തന്നെ അറിയാം, നമ്മൾ നേരത്തെ നമ്മളൊരു കഥയിൽ സംഭവത്തിലൊക്കെ പറഞ്ഞ പോലെ നമ്മോട് ഉടക്കി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആളുകളെ നമ്മളെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കാൻ, നമ്മോട് അറ്റാച്ച് ഇല്ലാത്ത ആളുകളെ ഏറ്റവും നല്ല അറ്റാച്ച് ഉള്ളവരാക്കാൻ കഴിയുന്ന ഒരു പവർഫുൾ ടൂള് ലോകത്തുണ്ടെങ്കിൽ അത് ഗിഫ്റ്റ് എന്നുള്ളതാണ്. അതിലൂടെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റുകൾ. നേരത്തെ പൊതുവായിട്ടുള്ള ഗിഫ്റ്റുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ മറ്റൊരു സംഗതിയാണ് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് എന്ന് പറയും. അതായത് പിന്നെ അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അതായത് ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, നൗഷാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രജനി എന്നാണ് ആളുടെ പേരെന്ന് വിചാരിക്കുക. അപ്പൊ ഈ രജനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഗിഫ്റ്റ് എടുക്കുക. ആ ഗിഫ്റ്റ് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത് ഉണ്ടാക്കി തന്നത്. ചിലപ്പോ ആ പേര് തന്നെ അതിലുണ്ടാവാം, അതല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി പവർഫുൾനെസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിനുപരി എനിക്കായിട്ട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സംഗതി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റുകൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, എഫക്റ്റീവ് ആവും. കാരണം അല്ലെങ്കിൽ പിന്നെ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ, എനിക്ക് വേണ്ട സാധനങ്ങൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ആണല്ലോ ഇതിലുള്ളത് എന്ന് വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കളറുള്ള സംഭവം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മിഠായി, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണല്ലോ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കണക്റ്റഡ് ആവും, ബോണ്ടഡ് ആവും എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ എന്താ ചോദിച്ചാൽ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഈ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റിന്റെ ഒരു പ്രത്യേകത. കാരണം എന്നെ മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ കഴിയുള്ളൂ. അതോടൊപ്പം മീനിങ് ഫുൾ മെമ്മറീസ് ആണത്. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, നമ്മൾക്ക് പിന്നെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. യുണീക്ക് എക്സ്പ്രഷൻ അതിലൂടെ നടക്കുന്നു. ഓരോ ആളുകളെയും ഏറ്റവും നല്ല രീതിയിൽ യുണീക്ക് ആയിട്ട് തന്നെ അവരുടെ അവരുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അതിലൂടെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്കൊക്കെ കാണാൻ കഴിയും. ഗിഫ്റ്റ്സ് ഗിവൻ ഡ്യൂറിങ് എ പേഴ്സൺസ് ലൈഫ് ക്രിയേറ്റ് ജോയ് ആൻഡ് സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ്. ഗിഫ്റ്റ്സ് ഗിവൻ ആഫ്റ്റർ സംവൺ pass away provide solace and keep their memory alive. Both are meaningful and demonstrate love and appreciation, connecting us to the past and present. അപ്പോ ഇത് നമ്മളുടെ വർത്തമാന കാലത്തു നിന്നും ഭാവിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഏറ്റവും നല്ല ഓർമ്മകളായിട്ട് ഒരു ഗിഫ്റ്റിന് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഒരു സമ്മാന പൊതിയും വെറും ഒരു സമ്മാന പൊതിയല്ല, അത് ഏറ്റവും നല്ല ആത്മബന്ധത്തിന്റെ, ഏറ്റവും നല്ല സ്നേഹപ്രകടനത്തിന്റെ, ഏറ്റവും നല്ല ആത്മവിശ്വാസത്തിന്റെ, ഏറ്റവും നല്ല അംഗീകാരത്തിന്റെ ഒരു പ്രതീകമായിട്ട് കൂടി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഒരു വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളൊരു പിന്നെ ബിസിനസ് നടത്തുകയാണെങ്കിൽ, നിങ്ങളൊരു കമ്പനി നടത്തുകയാണെങ്കിലും അവിടെയും ഗിഫ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോ ഉദാഹരണമായിട്ട് നിങ്ങളൊരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്നാണ് അതിന് പറയാം. അപ്പോ അതിലൂടെ എന്ത് ചെയ്യാണ്, ഒരു ബിൽഡിംഗ് ലോയലിറ്റി, നിങ്ങളുമായിട്ടുള്ള ഒരു വിശ്വാസത അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബിസിനസ്സിൽ പോലും ഗിഫ്റ്റിന് വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, ഒരു കച്ചവടം, നമ്മളൊരു ഡ്രസ്സ് വാങ്ങുകയാണ്,
ഡ്രസ്സ് വാങ്ങുമ്പോൾ 4000 ഡ്രസ്സ് വാങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഒരു 40 രൂപയുടെ കപ്പ് കിട്ടിയാൽ പോലും അത് ആ വന്ന ആൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കിപ്പോ ചിലപ്പോ ഓരോ ഡ്രസ്സിലും ചിലപ്പോ വലിയ എമൗണ്ട് ഒക്കെ നമുക്ക് മാർജിൻ ഒക്കെ ഇട്ട് വിൽക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അതിന് ഇപ്പൊ ഒരു 500 അധികം കൊടുത്താലും അല്ലെങ്കിൽ ഒരു 1000 നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും അധികം, അല്ലെങ്കിൽ 100 200 കൊടുക്കുന്നുണ്ടാവും. എന്നാൽ പോലും അതിൽ നിന്ന് ഒരു 10 20 രൂപയുടെ ഒരു ഗിഫ്റ്റ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാല് അത് കസ്റ്റമേഴ്സിന് വലിയ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ക്ലയന്റ് അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, എംപ്ലോയി റെക്കഗ്നൈസേഷൻ, അതുപോലെ തന്നെ ബ്രാൻഡ് ലോയൽറ്റി, ഇൻക്രീസ്ഡ് സെയിൽസ്, അതുപോലെ തന്നെ പോസിറ്റീവ് റെപ്യൂട്ടേഷൻ, ഇതൊക്കെ ശരിക്ക് ഒരു കോർപ്പറേറ്റ് ലെവലിൽ ആലോചിക്കുകയാണെങ്കിൽ പോലും ഓരോ ഗിഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമ്മാനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഗിഫ്റ്റിന് പല രീതിയിലും ഉണ്ട്. നമ്മളിപ്പോ ഫിസിക്കലി ആവണം തന്നെയല്ല. അപ്പോ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ പിന്നെ പേഴ്സണൽ മെസ്സേജസ്, ഇതൊക്കെ ഇനിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പുഞ്ചിരി, അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു സമ്മാനവും ഗിഫ്റ്റും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. Gifting is a powerful act that transcends cultures and time. Okay, by embracing the transformative power of giving, we foster connections, spread happiness, and enrich our lives. Thank you very much. Thank you. Have a nice day. ഓക്കെ സുഹേർ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്കിംഗ് സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോയിന്റ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. നൗഫൽ സർ പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സർ ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു ക്ലാസ്സാണ്, അനിവാര്യമായിട്ടുള്ള ഒരു ക്ലാസ്സാണെന്ന് പറയാം ഗിഫ്റ്റ് കൊടുക്കല്. പൊതുവെ എല്ലാവരും ക്ഷമിക്കണം, കൂടുതൽ ഞാൻ ഫീഡ്ബാക്ക് പറയാനുണ്ട്. ഇതിൽ കുറേ ആളുകൾ വരാറുണ്ട്, പക്ഷെ വരാത്തതുകൊണ്ട് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. സാറ് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ ഓർത്തു പോയി. ആള് മരിച്ചുപോയി. ആളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിച്ചത്. ആള് എപ്പോഴും എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾ കൊച്ചുമക്കൾക്ക് മാത്രം കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റിനെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്. സാറ് പറഞ്ഞല്ലോ ഗിഫ്റ്റ് എന്തായാലും ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയതാ. കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു തിങ്ങിപ്പാർക്കുന്ന കുറച്ച് ആളുകളുള്ള സ്ഥലം. അപ്പൊ നമുക്കൊരു സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് കപ്പ, പിന്നെ പച്ചക്കായ, ബനാന, അതേപോലെ കാച്ചിലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയുന്നു. നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു ഐറ്റം ചേമ്പ്, ചേന, പയർവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവും. അത് വാഴക്കുല, അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്കല്ല നമ്മൾ കൊടുക്കുക. ഗ്രാൻഡ് മദർ നമുക്ക് കസിൻസ്, മക്കള്, വേറെ ഉപ്പൻ്റെ വേറെ അമ്മൻ്റെ ഒക്കെ വേറെ കസിൻസിനൊക്കെ കൊടുത്താൽ അതേ ഈ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കും. നമ്മൾ കണ്ടു വളർന്നതാണ് ചെറുപ്പം മുതലേ. ഒരു വാഴക്കൊല കിട്ടുകയാണെങ്കിൽ ഒരു പടലേ നമുക്ക് ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഒരു ലെയറ്, ബാക്കിയൊക്കെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു നോക്കി. കഴിഞ്ഞ പ്രാവശ്യം മോളെന്താക്കി, ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്നത്, വേറെ ആരുമില്ല. അപ്പോൾ അവർ പൂക്കളും ചെറിയ പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ലീവുള്ള ദിവസം മോളെന്താക്കി അവിടെ പോയി കളിക്കാൻ പോകുന്നതാ. നല്ലൊരു ഫ്ലവർ ചെടിത്തട്ടി മറിച്ചിട്ട് അതൊക്കെ കേടുവന്നു. അപ്പൊ അവര് നമ്മളിതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടും ഇതൊക്കെ നമ്മളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. വൈഫ് പറഞ്ഞു എന്നോട് രാത്രി. അങ്ങനെ ഞാൻ എന്താക്കി, പിറ്റേ ദിവസം തന്നെ നല്ല പിന്നെ നഴ്സറി, നമ്മളെ നവാസിന്റെ സുഹൃത്തിന് അവൻ്റെ നഴ്സറി പോയിട്ട് നല്ലൊരു ഫ്ലവർ, വില കൂടിയ അപൂർവങ്ങളായിട്ട് കിട്ടുന്ന സാധനം വാങ്ങിച്ചുണ്ടാക്കി മോളെയും കൂട്ടി അവിടെ കൊണ്ടുകൊടുത്ത്. അപ്പൊ അവര് ഒന്നും പറഞ്ഞില്ല, അവരുടെ കണ്ണ് നിറഞ്ഞു പോയി. അത്രയും വളരെ സന്തോഷമായി അവർക്ക്. അവര് അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിച്ച് പൈസ കൊടുത്ത് വാങ്ങാതെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കിട്ടുന്നത് എടുത്തുകൊണ്ടു അങ്ങനെ നാടൻ ഫ്ലവറൊക്കെ നടന്നതാണ്. അപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് അത് തോന്നി. നമ്മൾ മോളെ നശിപ്പിച്ചതുപോലെ ഓർമ്മയിലല്ല, കാരണം നമ്മൾ അത്രയും ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സാറ് പറഞ്ഞപ്പോൾ ഞാൻ പങ്കുവെച്ചു എന്നുള്ളൂ. അത്രയും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ലൈഫിൽ. കേൾക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ
മറ്റുള്ളവർക്ക് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് അത്രയും സ്വാധീനം ചെലുത്താൻ പറ്റും. നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ചില ബുക്കിലൊക്കെ പറയലുണ്ട്, അവർക്ക് ഇതേപോലെ തന്നെ കൈക്കൂലിയായിട്ടല്ല, നമ്മൾ സന്തോഷപൂർവ്വം പണ്ട് മുതലേ ചെയ്ത് അവരുമായിട്ട് ഇങ്ങനെ അറ്റാച്ച്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാനൊരു റീസൺ ഉണ്ടാവില്ല, നമ്മൾ തെറ്റ് പറ്റിയാൽ പോലും. അപ്പോൾ അത്രയും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ടൂളാണ്. താങ്ക് യു ഓൾ. ഓക്കെ നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? ഹലോ, മാജിക് മോർണിംഗ്. ഓക്കെ. നല്ല രസമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സാർ എടുത്തിട്ട് പറഞ്ഞു തന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. ഞാനത് പറയുമ്പോ ഒരു കാര്യം ഓർത്തു പോയത് എന്താ അറിയോ, എന്റെ അംഗൻവാടിയില് ഒരു കുട്ടി എന്നും വരുമ്പോ ഒരു ടിഫിൻ കൊണ്ടുവരും. അംഗൻവാടിക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പക്ഷെ അവൾ എന്നും കൊണ്ടുവരും. എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ എന്തെങ്കിലും ഒക്കെ ബോക്സിലാക്കി കൊണ്ടുവരും. കൊണ്ടുവന്ന അവൾ ആദ്യം ചെയ്യുന്ന പണി എന്താ അറിയോ, ഒന്നുകിൽ എന്റെ കയ്യിലോ അല്ലെങ്കിൽ ആയുടെ കയ്യിലോട്ട് കൊണ്ടുപോയി കൊടുക്കും. എന്തിനാന്ന് വെച്ചാ എല്ലാവർക്കും കൊടുക്കണം. സത്യം പറഞ്ഞ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഷെയറിങ് മനോഭാവം വരിക എന്ന് പറഞ്ഞ അധികം കുട്ടികൾക്കും, നമ്മളെ അങ്ങനെ 20 കുട്ടികളുണ്ടെങ്കിൽ അവൾക്ക് മാത്രമുള്ള ഒരു സ്വഭാവം. 19 ആളും കൊണ്ടുവരുന്ന സാധനം എന്റേതാണ്, എന്റെ സ്വന്തമാണെന്നുള്ള രീതിയിൽ കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കും. പക്ഷെ ഇവൾ അങ്ങനെയല്ല, അത് ഞങ്ങളെ കൈ കൊണ്ടുവന്ന് തരും എല്ലാവർക്കും കൊടുക്കാന്. അപ്പൊ കുട്ടികളിൽ തന്നെ അങ്ങനെ കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാല് അത് അവരൊരു മിഠായി ആണെങ്കിലും അത് അവർക്ക് വാങ്ങി നമ്മൾ ആ സമയത്ത് കൊടുക്കുമ്പോ അതൊരു സന്തോഷം തന്നെ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഒരു പോയിന്റ് കൂടി ഇഷ്ടായത്, നമ്മളവിടെ അത്രയും വെറുപ്പ് കാണിക്കുന്ന ആ ഒരാൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുക പറയുമ്പോ അവരെ മനസ്സിൽ അത് നമ്മളോട് ഞാൻ ഇത്രയൊക്കെ കാണിച്ചിട്ടും എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നല്ലോ, അപ്പൊ ആ കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് നമുക്ക് അത് തന്നെ മനസ്സിലാക്കാലോ. അങ്ങനെ ആ ശത്രുപക്ഷത്തും നിൽക്കുന്ന ആൾക്ക് തോന്നുന്നതാണ്. അപ്പൊ അതൊക്കെ നല്ലൊരു പോയിന്റ് ആയിരുന്നു പറഞ്ഞത്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ സിന്ധു, താങ്ക് യു സോ മച്ച്. ദെൻ ഇനി ആരാ സംസാരിക്കുന്നത്? സംസാരിക്കേണ്ടവർക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ആരുമില്ല തോന്നുന്നുണ്ട്. എനിവേ സുഹൈർ സർ എനിവേ നല്ലൊരു സെഷനായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതേപോലെ ഗിഫ്റ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ഒന്ന്? ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ ഓക്കെ, എല്ലാവരും ലീവ് ചെയ്തോളൂ. താങ്ക് യു സർ.